നീ മൂലം ഉണ്ടായിട്ടുള്ള കുഴപ്പം അല്ലെങ്കിൽ പോലും, അവർ മൂലം ഉണ്ടായ കുഴപ്പമാണെങ്കിൽ പോലും നിങ്ങൾ രമ്യതയിലിരിക്കാനാണെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് വിഷയം. അപ്പോൾ അങ്ങനെ അല്ല എങ്കിൽ കർത്താവ് നിങ്ങളെ കുറ്റം ആരോപിക്കാൻ സാധ്യതയുണ്ട്. കാര്യം എന്താണ്? കർത്താവ് ബി ഹോളി ആസ് ഐ ആം ഹോളി, എബ്രാഹത്തിനോട് പറയുന്ന വാക്കുകളാണ്. ഞാൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധനായിരിക്കണം. ഇതൊരു പരിശുദ്ധിയിലേക്കുള്ള ഉടമ്പടി എപ്പോഴും ശ്രദ്ധിക്കണം. അത് നിങ്ങൾക്ക് ഓരോരോ കാര്യം സാധിച്ചെടുക്കാനുള്ള കുട്ടി ഉപായങ്ങളല്ല. ശരിക്കും പരിശുദ്ധിയിലേക്കുള്ള വിളിയാണ്. പരിശുദ്ധിയിലേക്കുള്ള വിളി അത് ബി പെർഫെക്റ്റ് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ തന്നെ അതിനോട് ചേർന്ന് കർത്താവ് പറയുമ്പോഴും അതിന് മാറ്റം ഉണ്ടാക്കുന്നില്ല. പഴയ നിയമത്തിലുള്ളതാണ് ഞാൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കണമെന്ന് ദൈവം പറയണതാണ്. അത് ഈശോ വരുമ്പോഴും ശരിക്കും അത് ഈശോ അതുപോലെ തന്നെ 5:48 പറയുന്നുണ്ട്, ബി പെർഫെക്റ്റ് ആസ് യുവർ ഹെവൻലി ഫാദർ പെർഫെക്റ്റ്. അപ്പോൾ അത് തന്നെ സെയിം വാക്കാണ്, തത്സമമായ വാക്കാണ്. പക്ഷേ എങ്കിലും ദൈവം ആ നിലപാടിൽ നിന്ന് മാറുന്നില്ല, നമ്മുടെ വിശുദ്ധി എന്നുള്ള നിലപാടിൽ നിന്ന് മാറുന്നില്ല. റീഡ് ഇറ്റ്. ശ്രുതികട. മത്തായി 5:48 നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. ഇതിൻ്റെ മൂവ്മെന്റ് കണ്ടില്ലേ? അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, അതായത് ദൈവത്തിൻ്റെ പരിശുദ്ധിയിലേക്ക് നമ്മളെ സുവിശേഷത്തിൻ്റെ സ്നേഹസാക്ഷ്യം കൊടുത്ത് നമ്മൾ വളരുകയാണ്. നിങ്ങൾ അതിലൊന്ന് ലക്ഷ്യം വെച്ച് നോക്കിക്കേ. അത് ദൈവത്തിൻ്റെ പരിശുദ്ധിയിലേക്ക് നമ്മൾ പ്രധാനപ്പെട്ട ഒരു മോട്ടോ ആയിട്ട് എടുത്തുകൊണ്ട് നമ്മൾ ഉടമ്പടി പ്രകാരം മൂവ് ചെയ്യണത് കാണുമ്പോഴാണ് ബാക്കി ദൈവം സെറ്റ് ചെയ്യണത്. ഇപ്പോൾ ഈ സാക്ഷ്യത്തിൻ്റെ പോണത് എങ്ങനെയാണ്? ഇവരോട് ആ റഷ്യക്കാരൻ്റെ, അമേരിക്കാരൻ്റെയും ഓസ്ട്രേലിയക്കാരൻ്റെ ഇൻ്റർവ്യൂ കഴിയുമ്പോൾ ഉടനെ ഇവരോട് പറയുന്നത് വെച്ചാൽ 12 മണിക്കൂറിനുള്ളിൽ റിസൾട്ട് തരുമെന്ന് പറയും. 12 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് റിസൾട്ട് തരാമെന്ന് പറയും. അപ്പോൾ ഇവർക്ക് പേടിയാവും. കാര്യം തോറ്റ സർട്ടിഫിക്കറ്റല്ലേ കയ്യിരിക്കണത്. പിന്നെ എങ്ങനെ 12 മണിക്ക് എന്ത് റിസൾട്ട് കിട്ടിയാലും നമുക്ക് പണിയല്ലേ, ഒരു കഥയില്ലാത്ത കാര്യം ആടിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട്. പിന്നെ പക്ഷേ 2 മണിക്കൂറിൽ റിസൾട്ട് വരും. യു ആർ പാസ്റ്റ്. ആ ഇൻ്റർവ്യൂവിൽ അവർ പാസ്സായെന്ന് 2 മണിക്കൂറിൽ റിസൾട്ട് വരും. അപ്പോൾ പാസ് വെച്ച് കഴിഞ്ഞാൽ വിയന്നയിൽ ഓസ്ട്രിയയിൽ വിയന്ന യൂണിവേഴ്സിറ്റിയിൽ ഇവർക്ക് PhDക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുകയാണ്. ഇനി എന്താ പ്രശ്നം? ഇവിടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. പിന്നെ എന്താ, ടീച്ചറെ കണ്ണൂർ പഠിപ്പിക്കാൻ കണ്ണൂരിൽ നിന്ന് എറണാകുളത്ത് വന്നിട്ട് അവർ കേരള യൂണിവേഴ്സിറ്റിയിൽ പോകും. കേരള യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് ടീച്ചർ ഒരു അറ്റകൈ ചെയ്യും. ഉടമ്പടി എന്ന് പറയുന്നത് അറ്റകൈ പ്രയോഗം ചെയ്യണമല്ല, ചെയ്യാൻ അറിയണം. എന്താ പ്രശ്നം? യൂണിവേഴ്സിറ്റി മാർക്ക് ലിസ്റ്റ് തോറ്റിരിക്കുന്നതാണ്. ആ തോറ്റ മാർക്ക് ലിസ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ് ഇവർ. പക്ഷേ ടീച്ചർ എന്താ ചെയ്യണത്? യൂണിവേഴ്സിറ്റിയുടെ തൂണിൻ്റെ താഴെ കൊണ്ട് ആൾക്കാർ ചവിട്ടാത്ത സ്ഥലം നോക്കിയിട്ട് ഉടമ്പടി ഉപ്പ് പ്രതിഷ്ഠിക്കോടെ. ഈസ് എ ടീച്ചർ, ഈസ് ഡൂയിങ് സി ജീസസ്. നിങ്ങളിതിൻ്റെ അകത്ത് നോക്കേണ്ടത് എന്താണ് അവർ ചെയ്യണമെന്ന് നോക്കണം. കാര്യം ഞങ്ങൾ ചിലപ്പോൾ ഉപ്പ് തരും, ചിലപ്പോൾ തൈലം തരും. പക്ഷേ എന്താ, അതെല്ലാം മീഡിയംസാണ്. നിങ്ങളുടെ വിശ്വാസം ഒരു കുറി നിങ്ങൾക്കത് പ്രഖ്യാപിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ മീഡിയം നിങ്ങളെ സഹായിക്കും. കാര്യം എന്താണ്? അതെല്ലാം ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ദൈവം നൽകിയിട്ടുള്ള സംഭവങ്ങളെയാണ്. ഉപ്പ്, അതുപോലെ തന്നെ തൈലം, ഇതൊക്കെ ദൈവം ഓരോരോ കാലത്ത് തൻ്റെ പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടുള്ള ദൈവനിവേശിതമായ അനുഗ്രഹ അടയാളങ്ങൾക്കും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ഇടപെടൽ സുനിശ്ചിതമാക്കാൻ വേണ്ടിയുള്ള നമ്മുടെ പ്രഖ്യാപനങ്ങളാണ്. ആഫ്റ്റർ ഓൾ നമ്മളുടെ ഈ വിശ്വാസം എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യണത്? ബൈ പ്രൊക്ലെയിം ദ ഫെയ്ത്ത്, അല്ലേ? നമ്മുടെ വിശ്വാസം നമ്മൾ എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യണത്? അത് വിശ്വാസം പ്രഖ്യാപിക്കുന്നതിലൂടെ. വിശ്വാസം നമുക്ക് അധരം കൊണ്ട് പ്രഖ്യാപിക്കാം, പിന്നെ ആക്ഷൻ കൊണ്ട് പ്രഖ്യാപിക്കാം. ടീച്ചർ എന്താണ് ചെയ്തിരിക്കണത്? ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി യൂണിവേഴ്സിറ്റി കവാടത്തിലിടും. കവാടത്തിലിട്ടും പറയും, കർത്താവേ, ഇവിടുന്ന് ഞാൻ ഇറങ്ങുമ്പോൾ പാസ്സായ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഇറങ്ങാൻ നീ അനുവദിക്കാവൂ. ദിസ് ഈസ് ദ ഡിമാൻഡ്. കാരണം എൻ്റെ മകൾ ആദ്യം മുതൽ പഠിക്കണതാണ്, 1-ാം ക്ലാസ് മുതൽ പഠിച്ച് കയറി വരുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും എവിടെയെങ്കിലും ഫ്ലോപ്പ് സംഭവിച്ച് കാണും. അങ്ങനെയായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ഈ പേപ്പർ പോയിരിക്കണത്. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ
നിങ്ങൾക്കറിയാമല്ലോ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ. ചില സമയത്ത് 2-3 ദിവസം കഴിയാതെ നമുക്ക് കറക്റ്റ് പേപ്പറും കിട്ടിക്കൊണ്ട് പോരാൻ പറ്റത്തില്ല. ഒരു പേപ്പറാണെങ്കിൽ പോലും. ടീച്ചറിന് എത്ര പേപ്പർ വേണമെന്ന് അറിയാമോ? 5-6. കാര്യം യൂണിവേഴ്സിറ്റിയൊക്കെ മൈഗ്രേഷൻ അല്ലേ, മൈഗ്രേഷൻ യൂണിവേഴ്സിറ്റിയിലേക്കാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ പേപ്പേഴ്സും വേണ്ടി വരും. അപ്പോൾ ആ പേപ്പറെല്ലാം മേടിക്കാൻ വേണ്ടിയാണ് ഇവർ വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ തോട്ട സർട്ടിഫിക്കറ്റും. അവരിവിടെ ഉടമ്പടി ഇപ്പോണ്ട് യൂണിവേഴ്സിറ്റി കവാടത്തരങ്ങൾ ഇട്ടിട്ട് ഒരു വിശ്വാസപ്രമാണം ചെല്ലും. വിശ്വാസപ്രമാണം എന്താണ്? യേശു കർത്താവാണ് എന്നത്തരം കൊണ്ട് ഏറ്റുപറയും. ദൈവനെ മരിച്ചുയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കും. കാര്യം അവരെ ട്രെയിൻഡ് ചെയ്ത് വന്നതാണ്. അവിടെ അമ്മ ഉസ്താദായിരുന്നു, ഭയങ്കര വിശ്വാസത്തിൻ്റെ വലിയ ആളായിരുന്നു. ഒരു പഠന അധ്യാപിക പോലെയാണ് അവർ പറഞ്ഞത്. ജവമാലയും അതുപോലെ തന്നെ ദിവ്യകുർബാന ഉണ്ടെങ്കിൽ ഈ ലോകത്ത് എന്തും നേടാമെന്ന് വിശ്വസിച്ച് ജീവിച്ച് കാണിച്ചു തന്ന അമ്മയാണ്. അമ്മ മരിച്ചപ്പോൾ ഇവർക്കൊരു ഭയമുണ്ടായി. ആ ഭയത്തെ സപ്പോർട്ട് ചെയ്യാൻ ഉടമ്പടിയിൽ പാക്കേജുണ്ട്. കാര്യം എന്താണ്? ഭയമുണ്ടായി. ആ ഭയത്തെ എങ്ങനെ മാറണത്? ഉടമ്പടി വഴിയാണ് ഭയം മാറണത്. കുർബാനയും ഒരു ഉടമ്പടിയാണ്. പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നിൻ്റെ ഭയം മാറേണ്ടതാണ്. പക്ഷേ നിനക്ക് അതിൻ്റെ അകത്ത് വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യണില്ല. നീ ഒരു ആചാര അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ട് നീ അത് കുർബാന ഞാൻ പറയും നാക്കുകൊണ്ട് അടിച്ചു മാറണമെന്ന് പറയും. 100 പേര് കുർബാന സ്ഥിരിച്ചാൽ അതിൽ 80 പേര് നാക്കുകൊണ്ട് കുർബാന അടിച്ചു മാറുന്ന പാർട്ടിയാണ്. കാര്യം അവർ കുർബാനയാണെന്നറിയത്തില്ല, കുർബാന എന്താണെന്നറിയത്തില്ല. കുർബാനയ്ക്ക് വേണ്ടി ഒരു മനസ്സ് ഒരു 5 മിനിറ്റ് പോലും ഏകാഗ്രമായിട്ട് കർത്താവിനെ ഓർക്കണില്ല. അവർ കർത്താവിനെ കുറിച്ച് ചിന്തിക്കണില്ല. ആരാണ് വന്നെന്ന് ഓർക്കണില്ല. പള്ളിയിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ പിന്നെ വേറെ ലോകത്തേക്ക് പോയിട്ട് അങ്ങനെ ഒരാളെ സ്വീകരിച്ചതിൻ്റെ തെളിവ് പോലുമില്ല. മരണം സംഭവിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ മരണമെന്ന് പറയുന്നത് ഇന്നും നടക്കുന്നത് കുർബാന സ്വീകരിച്ച് പള്ളിക്ക് പുറത്തിറങ്ങുന്ന മനുഷ്യരുടെ മനസ്സിലാണ്. ശക്തനും ധീരനുമായിരിക്കുക. ആ ശക്തിയും ധീരതയും എല്ലാം ടീച്ചർ ഈ കവാടത്തിങ്കലെ പ്രഖ്യാപിക്കുകയാണ് ശരിക്കും. എന്താ പറയണത്? ഞാനിവിടുന്ന് പോകുമ്പോൾ കർത്താവ് നീ എനിക്കത് സർട്ടിഫിക്കറ്റ് തരും. ഞാനത് പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ട്. അവരുടെ വിശ്വാസമാണ് സംഭവം. നിങ്ങൾക്കറിയാവില്ല വിശ്വാസം എന്ന് പറയണത് എന്താണ്? എന്തിനാണ് നമ്മൾ വിശ്വസിക്കണത്? വിശ്വസിക്കുന്നു നമ്മൾ. പക്ഷേ എന്തിനാണ് നമ്മൾ വിശ്വസിക്കുന്നത്? എന്താണ് നമ്മൾ വിശ്വസിക്കുന്നത്? നമ്മൾ വിശ്വസിക്കുന്നത് യേശു കർത്താവാണെന്നാണ്. ദിസ് ഈസ് ദ കോർ ഓഫ് എ ഫെയ്ത്ത്. നമ്മുടെ വിശ്വാസത്തിൻ്റെ കാമ്പെന്ന് പറയുന്നത് എന്താണ്? ജീസസ് ഈസ് ദ ലോർഡ്. യേശു കർത്താവാണ്. യൂണിവേഴ്സിറ്റിയുടെ ഡീനല്ല കർത്താവ്, യേശുവാണ് കർത്താവ്. എൻ്റെ മാർക്ക് ലിസ്റ്റ് ഇഷ്യൂ ചെയ്യുന്ന സൂപ്രണ്ടല്ല കർത്താവ്, യേശുവാണ് കർത്താവ്. ഇപ്പം ഞാനിവിടുന്ന് പോകുമ്പോൾ കർത്താവ് എനിക്ക് ജയിച്ച സർട്ടിഫിക്കറ്റ് തരും. ദാറ്റ് ഈസ് മൈ ഫെയ്ത്ത്. അതാണ് എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഉപ്പ് ഇൻസ്റ്റാൾ ചെയ്യണത്. വിശ്വാസ പ്രമാണം ചൊല്ലി. ഇതൊരു ആക്ടിവേഷനാണ്. വിശ്വാസം ആക്ടിവേറ്റ് ചെയ്യിക്കേണ്ടത് ഇതുപോലെ ചില നടപടിക്രമങ്ങളിലൂടെയാണ്. അതിൻ്റെ ബേസ് നീയും കർത്താവുമായിട്ട് എടുത്ത ഉടമ്പടിയും അതിലും ഉറപ്പിച്ച് നീ വിശുദ്ധിയോട് ജീവിക്കുന്നതാണ് നിൻ്റെ ക്ലെയിം. അങ്ങനെ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകും ഒത്തിരി. ഈ പരീക്ഷണങ്ങളെല്ലാം നമ്മളെ യേശുവിൽ ഉറപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. മനസ്സിലായില്ലേ? പരീക്ഷണങ്ങളുണ്ടാകും. അതാണ് അനേകം കഷ്ടപ്പാടുകളിലൂടെ ഉറച്ചു നിൽക്കണമെന്നും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വെളിപാട് 3:10 വായിച്ചോളൂ. സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. വെളിപാട് 3:10 ഒരു വചനമാണ് ഇപ്പോൾ കർത്താവ് തന്നത്. എന്താ വചനം? ഒന്ന് പറഞ്ഞിട്ട് വായിച്ചോളൂ. സകല ഭൂവാസികളെയും പരിശോധിക്കാനായി പ്രാർത്ഥിച്ച് സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കുകയും ചെയ്യും. ഇതൊരു വാഗ്ദാനമാണ്. ഞാൻ മുമ്പ് പറഞ്ഞു 8552 വാഗ്ദാനങ്ങൾ ഒന്നാണിത്. എന്താണ്? സകല ഭൂവാസികളെയും പരീക്ഷിക്കപ്പെടും. പക്ഷേ പരീക്ഷണ കാലത്ത് എന്താ സംഭവിക്കുന്നത്? പ്രോമിസ് എന്താണ്? ഒന്നിന് പറഞ്ഞോളൂ.
പരീക്ഷണങ്ങളുടെ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കുകയും ചെയ്യും. എന്തെന്നാൽ പരീക്ഷണങ്ങളുടെ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കും. മനസ്സിലായില്ലേ? ഇപ്പം എന്തെങ്കിലും പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ഓർക്കുക, ദൈവത്തിൻ്റെ സംരക്ഷണം അതിന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടേ. ജോലിയായാലും കടമായാലും ഇനി ഗവൺമെൻറ് ഡോക്ടർ നോക്കിയിട്ട് ഹാർട്ടിന് ബ്ലോക്കാണെന്ന് പറഞ്ഞാലും ചിട്ടിക്കാരൻ വന്ന് വെച്ചും ജപ്തിയാണെന്ന് പറഞ്ഞാലും നമുക്കൊരു വാഗ്ദാനമുണ്ട്. എന്താണ്? പരീക്ഷണങ്ങളുടെ സമയത്ത് ഭൂവാസികൾക്ക് എല്ലാം പരീക്ഷ ഉണ്ടാകുമല്ലോ, അല്ല? എല്ലാ മനുഷ്യർക്കില്ല പരീക്ഷ. അതാണ് ഈ പറയണത്. വെളിപ്പാട് 3:10 ഒന്നിന് വായിച്ചോളൂ. സകല ഭൂവാസികളെയും പരിശോധിക്കാനായി, ഒന്ന് പറഞ്ഞ്, സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കുകയും ചെയ്യും. ഞാൻ നിന്നെ സംരക്ഷിക്കും. മനസ്സിലായില്ല? അത് വാഗ്ദാനമാണ്. നിനക്കൊരു ഫ്ലോപ്പ് സംഭവിച്ചാൽ ഞാൻ നിന്നെ സംരക്ഷിക്കുമെന്ന് വാഗ്ദാനമാണ്. ഈ ഉടമ്പടി എടുക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യം, ഈ വാഗ്ദാനത്തിൽ നമ്മൾ അവകാശികളാകുകയാണ്. മനസ്സിലായില്ലേ? ഇതാണ് സാധാരണ പ്രാർത്ഥനയും ഉടമ്പടിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഒന്ന്, പല വ്യത്യാസങ്ങളുണ്ടായാലും ഒന്നിതാണ്. അതായത് ഉടമ്പടി വാഗ്ദാനങ്ങളെ നമ്മൾ അവകാശമാക്കുന്ന പ്രാർത്ഥനയാണ്. അപ്പോൾ പരീക്ഷണങ്ങൾ സാധാരണ എല്ലാ മനുഷ്യർക്കും പരീക്ഷണങ്ങൾ ഉണ്ടാകും. പക്ഷേ പരീക്ഷണം ഉണ്ടാകുമ്പോഴും നിന്നെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് കർത്താവ് വാക്ക് തന്നിട്ടുണ്ട്. അത് നമ്മുടെ വിശുദ്ധി നോക്കിയിട്ടൊന്നുമല്ല വാക്ക് തന്നിരിക്കണത്. ആണോ? നെവർ നോട്ട്. പിന്നെന്താ സംഭവിച്ചിരിക്കണത്? നിങ്ങൾ അവിശ്വസ്തരായിരുന്നാലും ഞാൻ വിശ്വസ്തനായിരിക്കും. ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കും. എല്ലാ വിഷയങ്ങൾക്കും നമുക്ക് വാഗ്ദാനമുണ്ട്. ഇപ്പോൾ ഉറ്റവർ മരിച്ചാൽ, ഉടയവർ പിരിഞ്ഞു പോയാൽ, നീ വിധവയായാൽ, അല്ലെങ്കിൽ നീ സിംഗിളായിപ്പോയാൽ, എല്ലാത്തിനും കറസ്പോണ്ടിങ് വാഗ്ദാനമുണ്ട്. നിന്നെ നിലനിർത്താൻ വേണ്ടി കറസ്പോണ്ടിങ് വാഗ്ദാനമുണ്ട്. അതുകൊണ്ടാണ് നീ ആ ദൈവത്തിൽ ആശ്രയിക്കാൻ പറയണത്. ആ ദൈവത്തിൽ ആശ്രയിച്ച് കഴിയുമ്പോൾ ജോഷുവായെ ശക്തിപ്പെടുത്തിയ, നമ്മുടെ പിതാക്കന്മാരെ ശക്തിപ്പെടുത്തിയ, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ ശക്തിപ്പെടുത്തിയ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് അവകാശമായി തന്നിരിക്കുകയാണ്. അത് ശക്തിപ്പെടുത്താൻ നമുക്ക് ദൈവത്തിൻ്റെ വാഗ്ദാനം ഉണ്ടെങ്കിലും ആ വാഗ്ദാനം നമ്മൾ പ്രാപിക്കണത് ഉടമ്പടി പ്രകാരമാണ്. അപ്പോൾ ഉടമ്പടി ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ടതെന്ന് വെച്ചാൽ, ദൈവത്തിൻ്റെ എല്ലാ വാഗ്ദാനങ്ങൾക്കും നമ്മുടെ ജീവിത ചുറ്റുപാടുകൾക്ക് അനപേക്ഷണീയമായ യോജിക്കുന്ന എല്ലാ വാഗ്ദാനങ്ങൾക്കും നമ്മൾ അവകാശികളായി മാറുകയാണ്. ആ അവകാശം ഗ്യാരണ്ടി ചെയ്യണം. മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മൾ SLCയെ പാസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? താഴെ എഴുതിയിട്ടുണ്ട്. എൻ്റെ SLC ബുക്കെ പാസ് എന്ന് എഴുതിയിട്ടില്ലേ? താഴെ എഴുതിയിരിക്കണത് എന്താണ്? നിങ്ങൾ ഹയർ എഡ്യൂക്കേഷന് ക്വാളിഫൈഡ് ആണെന്നാണ്. എന്നിട്ട് എത്ര ശതമാനം പേർക്ക് ഹയർ എഡ്യൂക്കേഷൻ കിട്ടി? അതാണ് പ്രശ്നം. മനസ്സിലായില്ലേ? അതായത് ഹയർ എഡ്യൂക്കേഷന് വേണ്ടി ക്വാളിഫൈഡ് ആണെന്ന് പറഞ്ഞ് നമ്മൾ പാസ്സെന്ന് പറഞ്ഞ് ഗവൺമെൻറ് കൺട്രോളർ എക്സാമിന് നമുക്ക് ഒപ്പിട്ട് തരുന്നുണ്ട്. പക്ഷേ ഒപ്പിട്ട് തന്നാലും നമുക്ക് സീറ്റ് കിട്ടണമെന്ന് നിർബന്ധമില്ല. എന്താ കാര്യം? ഇവിടെ മത്സരമാണ്. നമ്മളെക്കാൾ കേമന്മാർ കയറിപ്പോകും. പക്ഷെ ഉടമ്പടി വർക്ക് ചെയ്യണ കേമത്വത്തിലല്ല, കർത്താവിൻ്റെ കൃപയിലാണ്. ടീച്ചർ അവിടെ നിന്ന് ഇറങ്ങുന്നും പറഞ്ഞ് മൈഗ്രേഷൻ്റെ എല്ലാ പേപ്പറുകളും കിട്ടും. യൂണിവേഴ്സിറ്റിയിൽ 5-10 ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കും, അതിൻ്റെ 5 ടേബിളിലായിരിക്കും പേപ്പറെല്ലാം, അല്ലേ? സൂപ്രണ്ട് തൊട്ട് പിയൂൺ വരെ ഡയറക്ടർ വരെ ഇങ്ങനെ ഞാൻ കുറേ പ്രാവശ്യം പോയിട്ടുള്ളതാണ് പല കാര്യങ്ങൾക്ക് വേണ്ടി പലയിടത്തും. അപ്പോഴേക്കും നമുക്കറിയാം ഗവൺമെൻറ് ഓഫീസിൽ പോകുമ്പോൾ അതിന് ടൈം എടുക്കും. അതിൻ്റെ മുറ പോലെ പോകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അടുത്ത ടേബിളിലുള്ള ആളായിരിക്കും ഒപ്പിട്ട് തരേണ്ടത്. അപ്പോൾ അങ്ങനെ അവിടെ ഉണ്ടാകത്തില്ല. ചിലപ്പോൾ അങ്ങനെ ലീവിലായിരിക്കും, അതിന് പകരം ആളെ വെച്ച് കാണത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ടീച്ചർ എന്താ പറഞ്ഞത്? ടീച്ചർ ഉപ്പിട്ടിട്ട് വിശ്വാസപ്രമാണം ചൊല്ലിച്ചും പറയുകയാണ്, എല്ലാ പേപ്പറും കൊണ്ട് ഈശോയെ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാവൂ. തന്നെയല്ല, ജയിച്ച സർട്ടിഫിക്കറ്റ് തരണം. അത് കർത്താവ് തരുമെന്നുള്ളത് ഇവിടെ മനസ്സിൽ പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്. അതാണ് രസം. ഇതിനകത്ത് എൻ്റെ പ്രോബ്ലം എന്ന് പറയണത്, ഈ ഉടമ്പടിയിലെ പ്രസൻസ് ഒരു പ്രോബ്ലമാണ് എപ്പോഴും. അതെപ്പോഴും നിങ്ങൾ എൻ്റെ മക്കൾ വളരെ ശ്രദ്ധിക്കണം. വേറെ ഒരു പ്രാർത്ഥനയ്ക്കും ഇല്ലാത്ത വളരെ ക്ലിയർ കട്ട് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ളൊരു പ്രോമിസാണ് ദ പ്രസൻസ്. അതായത് കൃത്യമായിട്ട് ഐ വിൽ കം വിത്ത് യു. എല്ലാ ഉടമ്പടി ധ്യാനത്തിലും ഞാൻ പറയും. കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. അതിലാണ് ഇത് വർക്ക് ചെയ്യണത്. അത് 33:14, ജോഷുവ 1:9, പുറപ്പാട് 33:14, ജോഷുവ 1:9 എന്താ പറയണത്? ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ.
എവിടെ പോയി, യൂണിവേഴ്സിറ്റിയിലല്ല, ഏത് സ്റ്റേബിളിൽ പോയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും, ബൈ പേഴ്സൺ ഉണ്ടാകും. എന്നിട്ട് ടീച്ചർ ആ സർട്ടിഫിക്കറ്റ് കൈ കിട്ടുമ്പോഴേ ജയിക്കുക മാത്രമല്ല 30 മാർക്ക് കൂടുതലാണ്. അച്ഛൻ എന്താ ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവർ വന്നൊരു വഴി കണ്ടില്ലേ ഇല്ലേ? ഇവരുടെ അമ്മയുടെ മരണത്തോടു കൂടി ഇവർ ഡൗൺ സീറോ മൈനസിൽ നിന്ന് ഇവർ പതുക്കെ ഓരോരോ കാര്യങ്ങൾക്ക് പതുക്കെ അതിനിടയ്ക്ക് ഓരോ അനുഗ്രഹത്തിന് മുമ്പും ഒരു ടെൻഷൻ ഉണ്ടാവും. അതെങ്ങനെയാണ്, എപ്പോഴും അങ്ങനെയാണ്. എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള ദൈവികമായ എല്ലാ ഇടപെടലിന് മുമ്പും നമ്മൾ ഭയങ്കര സംഘർഷത്തിലൂടെയായിരിക്കും. ഇപ്പം ഞാൻ പണ്ട് പുറത്തൊക്കെ ധ്യാനിപ്പിക്കാൻ പോകുമായിരുന്നു. ഇപ്പം പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. പക്ഷേ പോകുമെങ്കിലും ചില ധ്യാനങ്ങളൊക്കെ ഞാൻ എൻ്റെ ഇടവകയിൽ നിന്ന് ആ ധ്യാന സ്ഥലം വരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒന്ന് ചിന്തിച്ച് നോക്കി, ഒരു ഞാനാണ് ലോകം മാറ്റാത്ത ഒരാളാണ്. അതിപ്പോൾ അമ്പിളിയൊക്കെ വിട്ടിട്ടുണ്ട്. അമ്പിളിയുടെയൊക്കെ 12 ടൗലൊക്കെയാണ്. അമ്പിളി പണ്ട് പോലെ എൻ്റെ കൂടെ ഉള്ളതാണ്, 10-30 കൊല്ലം മുമ്പുള്ള. അപ്പോൾ അന്ന് ഞാനിവിടെ നിന്ന് ആലപ്പുഴ നിന്ന് എറണാകുളം വരെ ചതിച്ച് ബന്ദ് ദിവസമാണ്. എറണാകുളം വരെ ചതിച്ച്, പക്ഷേ അന്ന് ബന്ദ് ദിവസമാണ്. കാരണം ഒരു ദിവസം നാരങ്ങ വെള്ളം പോലും കിട്ടത്തില്ല. ഞങ്ങളുടെ വണ്ടിയിലുള്ള വെള്ളം കൊണ്ടൊക്കെ മുഖം കഴുകി തീർന്ന്, കുടിച്ച് മുഖം കഴുകി തീർന്ന്, ഓരോരുത്തരും അവസാനം എൻ്റെ ടവല് തീർന്ന് വഴിയെ അവിടെ കിട്ടിയവരുടെ ടവലൊക്കെ വാങ്ങിച്ച് മുഖം തുടച്ച് അവിടെ ചെല്ലുമ്പോൾ ഞാനിങ്ങനെ ഡെഡ് ബോഡിയായിട്ടിരിക്കുകയാണ്. എന്താ കാര്യം? അപ്പോഴുടനെ ഞാൻ അവിടെ ചെന്ന് പറയണ്ടേ, എത്ര ദിവസം മുമ്പ് ഒരുക്കണ ധ്യാനമാണ് അവർ. അപ്പോൾ അത് അവിടെ ചെന്നിട്ട് ധ്യാനം ഇവരൊന്ന് വിളിച്ചു പറയാൻ പറ്റുമോ? അപ്പോൾ എൻ്റെ അവസ്ഥ കണ്ടിട്ട് അവർ മനസ്സിലാക്കാൻ വേണ്ടി ഞങ്ങളവിടെ ചെന്ന്. പക്ഷേ നമ്മളീ പൊക്കിയെടുത്തിട്ട് വരത്തില്ല, ആംബുലൻസിൽ നിന്ന് കൊണ്ടുവരത്തില്ലേ, എടുത്തുകൊണ്ട് പറഞ്ഞ പോലെയാണ് എന്നെ കൊണ്ടില്ലണത്. പിന്നെ ഞാൻ ഒരു മുറി പോയി കിടന്ന്. പക്ഷേ ഈ സമയമൊക്കെ എല്ലാം ഞങ്ങൾ ജവമാല ചൊല്ലിക്കൊണ്ടിരിക്കും. ഇതാണ് ട്രയൽ, ടൈം ഓഫ് ട്രയലാണത്. ആ സമയത്തെല്ലാം ഞാനും കൂടെയുള്ളവരും ജവമാല ചൊല്ലിക്കൊണ്ടിരിക്കും. ഛർദിൽ നിന്ന് എനിക്കാണ് ഭയങ്കര ചുരുക്കമുള്ള ആളാണ്. വണ്ടിയിൽ കയറി അപ്പം തന്നെ കുടുങ്ങി അപ്പം ഛർദിക്കും. ഇപ്പോഴൊക്കെ അല്പം കൺട്രോളാണെന്നേ ഉള്ളത്. പക്ഷേ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, ഈ ധ്യാനത്തിന് ചെല്ലുമ്പോൾ ആവതില്ല, നമുക്ക് ശബ്ദം പുറത്ത് വരണ്ടേ. അപ്പോൾ എന്താ നടക്കണം? ഒന്നും നടക്കത്തില്ല. പക്ഷെ ഒന്നും നടക്കാത്തപ്പോൾ ഒരു കാര്യം നടക്കണം മക്കളെ, പ്രാർത്ഥന നടക്കണം. നിങ്ങൾ ആ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും കാണിക്കരുത്. ഞാൻ വന്നൊരു വഴിയാണ്. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ആ കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ല. ഞാൻ പറഞ്ഞു എന്നെ ഒന്നും കിടത്തി എവിടെയെങ്കിലും കിടത്താൻ പറഞ്ഞു കൊണ്ടുപോയി. അപ്പോൾ എന്നെ കൊണ്ടുപോയി ഒരു കട്ടിലിട്ട് കിടത്തി. ഞാൻ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. തളർന്നു പോയിട്ടാണ് ഉറങ്ങിപ്പോയത്. അപ്പോൾ കഴിച്ചതെല്ലാം ഛർദ്ദിച്ച് പോയില്ല. പിന്നെ ശരീരത്തിൻ്റെ ഡീഹൈഡ്രേഷനുമായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചേച്ചി, പക്ഷേ ഈ ചേച്ചിമാരെല്ലാം കൂടി ഓടി ആൾത്താരെ കയറി. ആ പലക്കെ ചെല്ലാനും പള്ളി അന്ന് ഇവിടെ അങ്ങനെ എറണാകുളം ചുറ്റി തോപ്പടി ചുറ്റി വരണം എറണാകുളത്തേക്ക് ചെല്ലാനത്തേക്ക്. ചേച്ചിമാരെല്ലാം കൂടി ഇട്ടിച്ചു തല്ലേ ആൾത്താരെ കയറിയിട്ട് സക്രാരിയെ കിടന്ന് കർത്താവേ അച്ഛന് ശക്തി കൊടുക്കണമെന്ന്. അതാണ് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത്. ആൾത്താരിൽ അങ്ങനെ ആരും കയറത്തില്ലല്ലോ. പക്ഷേ ആ സിറ്റുവേഷൻ അതാ. ധ്യാനത്തിൽ 4000 പേരെ വരും. അപ്പം തന്നെ ഞാൻ ചെല്ലുമ്പോൾ തന്നെ ഫില്ലായി, അവിടെ ഗ്രൗണ്ട് ഫില്ലായി. അപ്പോൾ ഒരു 6 മണിയായപ്പോൾ ഞാനിത് അല്പം ഒന്ന് ഓക്കെയായി. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സ്റ്റേജിലിട്ട് വരാതെ പതുക്കെ വന്ന് സ്റ്റേജിൽ നിന്ന് ഇവരെ സ്തുതിക്കണ സമയത്ത് സ്റ്റേജിൽ നിൽക്കണവർക്കുണ്ട് നിന്ന് പെട്ടെന്ന് കർത്താവ് ഒരു ദർശനം തരും. അപ്പോൾ ഞാൻ പറഞ്ഞു സ്റ്റേജിൻ്റെ പടിഞ്ഞാറ് നിൽക്കുന്ന ഒരു മനുഷ്യൻ ആത്മഹത്യയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അയാളുടെ വൈഫ് തിരിച്ചു വരും, സ്വീകരിക്കാൻ കർത്താവ് പറയുന്നുണ്ടെന്ന് പറഞ്ഞു. 4000 പേരല്ലേ ഉള്ളത്. അന്ന് ഇടിപെട്ട മെസ്സേജും അതുപോലെ അഭിഷേകവും നടന്നൊരു ദിവസമാണത്. എനിക്ക് പിന്നെയാണ് ഞാൻ പിന്നെ സ്ഥലം മാറി അവിടുന്ന് ധ്യാനമെല്ലാം കഴിഞ്ഞ് രാത്രി പോകുന്ന വേറെ ഇടവകയിൽ ചെന്ന് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ വന്ന് എന്നെ കണ്ടെത്തി പറഞ്ഞു, അച്ഛൻ എന്നെ ഓർക്കുന്നുണ്ടോ? ഞാൻ എന്നെ അറിയോ? ഞാൻ അറിയത്തില്ല, ആദ്യം കാണുകയാണ്. അച്ഛനാണ് എന്നെ രക്ഷിച്ചത്. ഞാൻ പറഞ്ഞു നിങ്ങളെ രക്ഷിച്ചാ? എന്താ പുള്ളി പറയണമെന്നറിയാമോ? പുള്ളിക്കാരൻ ഗൾഫിൽ പോയി ജോലി ചെയ്ത് കാശൊക്കെ ഉണ്ടാക്കി വൈഫിന് കൊടുത്തു. വൈഫ് ആ കാശ് പുള്ളിക്കാരത്തിയുടെ സംബന്ധക്കാരന് കൊടുത്തു. 12 കൊല്ലമായിട്ടേ പോരെ, ഒരു കൊല്ലമല്ലേ. ഇയാൾ 12 കൊല്ലത്ത് ജോലിയും കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ, നാട്ടിൽ വരുമ്പോൾ ഒരു വീടൊക്കെ വെക്കാം എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ എന്താ സംഭവിച്ചിരിക്കണത്?
വൈഫ് കാശ് വൈഫിൻ്റെ കയ്യിലില്ല. ഇവർ തമ്മിൽ ചോദിച്ചു. അയാളെ ഈ വൈദ്യൻ ഇച്ഛിച്ചതും രോഗി ഇച്ഛിച്ചതും പോലെ വൈദ്യൻ കൽപ്പിച്ചതും പാലെന്ന് പറഞ്ഞ് 2 അടി കിട്ടുക എന്നുള്ളതായിരുന്നു അവരുദ്ദേശിച്ചത്. ആ അടി അവർ മേടിച്ച് അവരപ്പം തന്നെ സൂട്ട് കേസ് കൊണ്ടു പോവുകയും ചെയ്തു. അവർ പോയി. അവരെ പിന്നെ കണ്ടില്ല. അവർ ആ മറ്റേ ഇയാളുടെ പൈസ എല്ലാം എടുത്ത് മറ്റവന് കൊടുത്തായിരുന്നല്ല, അവൻ്റെ ഇവിടെ ഒളിച്ചോടി. അപ്പോൾ ഇതിൻ്റെ സങ്കടം സഹിക്കാൻ വയ്യാതെ ഇയാളുടെ സങ്കടം സഹിക്കാൻ വയ്യാതെ ഇവൻ്റെ അമ്മയെടുത്ത് വന്ന് പറയും, അമ്മേ അവളെ കാണാനില്ല, കാശും കാണാനില്ലെന്ന് പറയും. അപ്പോൾ ഇവിടെ മരപ്പെട്ടി നിനക്ക് അങ്ങനെ തന്നെ വേണമെന്ന് പറയും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ഭാര്യനെ കിട്ടിയപ്പോൾ അമ്മയെ ഉപേക്ഷിച്ചൊരു കക്ഷിയാണ്. ചിലക്ക് അങ്ങനെ ഒരു മണ്ടത്തരം പറ്റുക. ഭാര്യനെ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അമ്മയെ ഉപേക്ഷിക്കും. ഡൈവേഴ്സ് അവിടെയാണ് ആദ്യം സംഭവിക്കുന്നത്. പിന്നെ അതായത് ആദ്യം ഡൈവേഴ്സ് സംഭവിക്കണം മാതാപിതാക്കന്മാരോട് ഡൈവേഴ്സാണല്ലോ ആദ്യം സംഭവിക്കുന്നത്. മണ്ടത്തകളൊന്നും കാണിച്ചേക്കരുത് കേട്ടോ. ആരുമായിട്ടും ഡൈവേഴ്സ് ചെയ്യണത് കർത്താവിന് ഇഷ്ടമില്ല. ഇപ്പോൾ ഡൈവേഴ്സ് എന്ന വാക്ക് നിങ്ങൾ ഉപയോഗിക്കണത് ഭാര്യ ഭർത്താക്കന്മാരെന്ത് ആണെങ്കിലും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കാൻ പറയുമ്പോൾ തന്നെ ഡൈവേഴ്സ് ചെയ്യുന്നതല്ലേ എൻ്റെ അടുത്ത മാതാപിതാക്കന്മാരെ. അപ്പോൾ ഇയാളുടെ സങ്കടം കാരണം ഇയാൾ വന്ന് പെങ്ങളോട് പറയണം. പെങ്ങളോട് പറയുമ്പോൾ പെങ്ങളും പണിയാണ്. ഇവരോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് ചുറ്റിക്കളി കൂടുതലാണെന്ന്. പെങ്ങൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് ചുറ്റിക്കളി കൂടുതലാണെന്ന്. എന്നിട്ട് ആ പൊട്ടൻ ശുദ്ധഗതിക്കാരൻ ഉള്ള കാശെല്ലാം അവർക്ക് കൊടുത്ത്. ഇപ്പോൾ പെങ്ങളെന്താ പറയണത്, നീ പോയി കെട്ടി തൂങ്ങണമെന്ന് പറഞ്ഞ്. അവർക്ക് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ എല്ലാ ഭാര്യയും പോയി, അമ്മയും പോയി, പെങ്ങളും പോയില്ലേ. ഈ മനുഷ്യൻ കെട്ടിത്തൂങ്ങാൻ വേണ്ടി അരൂര് പോയി കായലിൽ ചാടാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ്. എവിടെ? ഈ എറണാകുളത്തെ ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോഴാണ് ഞാനും ഛർദിലും കൂടി അവിടെ ചെല്ലുള്ളത്. എന്നെ ഇവർ പിടിച്ചിറക്കുകയല്ലേ. പിടിച്ചിറക്കുമ്പോൾ പുള്ളിക്കാരൻ പറയണത്, അപ്പോൾ ഞാൻ അവശനായിട്ട് കക്ഷത്ത് കൈയിട്ടാണല്ലോ ബസ്സിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങണത്. ഇറങ്ങുമ്പോൾ അയാൾ പറയണത് അയാളെ ഞാൻ നോക്കിയെന്നാണ്. ആരെ നോക്കാം, എനിക്ക് എന്നെ തന്നെ നോക്കാൻ പറ്റാത്ത അവസ്ഥ. പെട്ടെന്ന് അയാൾ പറയണതേ ഒരു മിന്നൽ പായണ പോലെ തോന്നി വെച്ചാ. ഞാൻ പിന്നെ ഓടി. വണ്ടി 6:30 വരണത്. ഒരു വണ്ടി ബന്ധു തിരണ 6 മണിക്കാണ്. 6:30 വണ്ടിയുണ്ട്. ആ വണ്ടിക്ക് അരൂര് പോയി ചടാൻ പോകുകയാണ് കായലിൽ. അപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ ധ്യാനത്തിൽ കൂടാവുന്ന. അങ്ങനെ ആ പാവപ്പെട്ടവൻ ആ പെട്ടെന്നുള്ളൊരു ഇതിൽ പോയി ധ്യാനത്തിൽ നിന്നപ്പോഴാണ് അവൻ്റെ പേര് പറയണത്. ഇന്ന ആൾ ഇന്ന സ്ഥലത്ത് നിൽക്കുന്നുണ്ട്, അവൻ ആത്മഹത്യ ചെയ്യരുതെന്ന് കർത്താവ് പറയണം. അവൻ്റെ വൈഫ് തിരിച്ചു വരും, അവളെ സ്വീകരിക്കാൻ ഈശോ പറയണമെന്ന്. ഈ പറയണ സമയത്ത് തന്നെ ഈ മനുഷ്യനെ വേറെ അന്യപുരുഷൻ്റെ കൂടെ പോയ വൈഫിനെ സ്വീകരിക്കാനുള്ള അഭിഷേകം കർത്താവ് കൊടുത്തു. ഇത്ര അഭിഷേകമാണ്. നമുക്ക് കർത്താവ് ആരാണെന്ന് അറിയണമെങ്കിൽ നമ്മളൊരു 1000 പ്രാവശ്യം ഇവിടെ ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കും. നമ്മൾ അത്രയ്ക്ക് വലുതാണ്. നിൻ്റെ വൈഫ് പോയാലും നിൻ്റെ ജീവിത പങ്കാളി പോയാലും നിൻ്റെ കുഞ്ഞുങ്ങൾ പോയാലും കർത്താവിന് സ്വന്തമായിട്ട് ആരോ പോയ പോലെ തോന്നും. നിൻ്റെ മനസ്സിൻ്റെ വേദന മനസ്സിലാക്കും. ഈ 4000 പേരുടെ കൂട്ടത്തിൽ നിന്ന് നിന്നെ മാത്രം ട്രേസ് ഔട്ട് ചെയ്യും. ദാറ്റ് ഈസ് നിൻ്റെ ദൈവം. അതാണ്. കൈയിടിച്ച് കർത്താവിനെ അതുപോലെ 2 ആഴ്ച കർത്താവ് പറഞ്ഞ പോലെ തന്നെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവൾ തിരിച്ചു വന്നു. ആ മനുഷ്യൻ കർത്താവ് പറഞ്ഞ പോലെ അവളെ സ്വീകരിച്ചു. സന്തോഷത്തോടെ ജീവിച്ചിട്ടാണ് എൻ്റെ അടുത്ത് വരണത്. എല്ലാ മുറിവുകളും ആ ഒറ്റ ധ്യാനത്തിൽ കർത്താവ് വൈപ്പ് ഔട്ട് ചെയ്യുകയാണ്, ഒരു കൗൺസിലും ഇല്ലാതെ. എൻ്റെ ദൈവവേദനേ, നിനക്ക് എന്തെങ്കിലും മുറിവുകളോ ചതവുകളോ ഉറ്റവരിൽ നിന്ന് ഉടയവരിൽ നിന്നോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ എല്ലാം അഭിഷേകം ചെയ്യാനും അതിനെ എല്ലാം അതിജീവിക്കാനും നിന്നെ നിലനിർത്താനും പോകുന്നവനാണ് നിന്റെ ദൈവം. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, എന്നെയും എൻ്റെ ജീവിതത്തെയും അതിൻ്റെ എല്ലാ ഭാരങ്ങളോട് കൂടി എല്ലാ കഴിവുകളോടും കൂടി എല്ലാ സങ്കടങ്ങളോടും കൂടി ദൈവമേ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എന്നെ അഭിഷേകം ചെയ്യണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ